ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചി സ്ഥലത്തുനിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. 2 സാമുവേൽ 7-ാം അധ്യായം 16-ാം വാക്യം, നിന്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ദൈവം ഉയർത്തിയാൽ ആര് താഴ്ത്തും? ദൈവം താഴ്ത്തിയാൽ ആരുയർത്തും? നമ്മൾ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട്. മനോഹരമായ ഈ ഗാനത്തിൻ്റെ ഈരടികൾ ഈ വചനത്തിൽ നിഴലിക്കുന്നുണ്ട്. ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചി സ്ഥലത്തു നിന്നെടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. കർത്താവിൻ്റെ അനന്ത സ്നേഹം, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിൻ്റെ അധിപനായി ദാവീദിനെ മാറ്റിയ സംഭവം. ഈ വചനഭാഗത്ത് ദൈവം നമ്മോട് ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഒന്നുമല്ല, നമ്മുടെ ക്വാളിറ്റിയോ നമ്മുടെ സർട്ടിഫിക്കറ്റോ നമ്മുടെ പഠനങ്ങളോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ദൈവം നിന്നെ ദൈവിക പദ്ധതികൾ പൂവണിയിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂവണിയിക്കുന്ന വലിയ അനുഗ്രഹമാക്കി മാറ്റും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ. ആട്ടിടയനായ ദാവീദിന് പ്രത്യേകിച്ച് ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കാണാൻ നല്ല സുന്ദരനായിരുന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെയും നമുക്കറിയാം. ഗോലിയാത്തിനെ ദാവീദ് തകർക്കുന്നതൊക്കെയും എങ്ങനെയാണെന്ന് നമുക്കറിയാം. വചനത്തിൽ അത് വിവരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. ഞാൻ അറിയുന്ന ഒരു കുഞ്ഞ്, അവരുടെ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. വീട്ടിൽ അപ്പൻ മദ്യപിക്കുന്നൊരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അനുദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നടത്താൻ ബുദ്ധിമുട്ട്. പക്ഷേ ഈ കുഞ്ഞിന് വലിയ ആഗ്രഹമായിരുന്നു ജർമ്മനി പോകണം എന്നുള്ളത്. പക്ഷെ അതെങ്ങനെ സംഭവിക്കുന്ന അവൾക്കറിയില്ല. പക്ഷെ അവൾ ഒരു കാര്യം ചെയ്യും. ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞ്, ദൈവകൃപ നിറഞ്ഞ കുഞ്ഞ്. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി, ആരെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയാലും അവരോടൊക്കെ മനസ്സ് തുറന്ന് ക്ഷമിക്കുന്ന അവസ്ഥ. കർത്താവിൻ്റെ ഒരു ഭാവമാണ് മനസ്സ് തുറന്ന് നിരുപാധികം ക്ഷമിക്കുന്ന ഒരു കുഞ്ഞ്. അവരൊക്കെ സ്നേഹത്തിൽ കൂട്ടിപ്പിടിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പോൾ അവളുടെ മുമ്പിൽ വലിയ ഒരു ബ്ലാങ്കാണ്, ഒന്നുമില്ല, ശൂന്യതയാണ്. ഇതിനെങ്ങനെ സംഭവിക്കുന്ന അവൾക്കറിയില്ല. ഇവളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഈ അപ്പച്ചൻ കൊണ്ട് പാടത്തിട്ട് അത് നശിപ്പിക്കാൻ നോക്കി. ഈ അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോൾ അവൾ പരിശുദ്ധ കുർബാന ഒറ്റ ദിവസം മുടങ്ങില്ല. പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിക്കും, വിശുദ്ധരെ കൂട്ടിപ്പിടിക്കുന്ന ഈ കുഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളോട് ഈശോ പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് പോയിട്ട് ഈ ജർമ്മൻ ഭാഷ പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരുന്ന A1 A2 B1 പാസ്സായി അവൾ. അത് കഴിഞ്ഞ് B2 എഴുതേണ്ട ആ സമയം വന്നപ്പോൾ ഇവളുടെ കൂട്ടുകാരിക്ക് BSc നഴ്സിംഗ് ബാംഗ്ലൂർ കിട്ടി. അപ്പോൾ ഇവൾക്കൊരു ചഞ്ചലിപ്പ്, ഇത് തന്നെയാണോ എൻ്റെ വഴി, ഇനി ജർമ്മനിക്കാണാവോ? ജർമ്മനിക്ക് പിന്നീട് ഇത് B2 പാസ്സായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പോകണമെങ്കിൽ. മാത്രമല്ല സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ അത് അവൾക്ക് സംശയം വന്നു. കഴിഞ്ഞാൽ BSc നഴ്സിംഗ് പഠിക്കാൻ പോയ കൂട്ടുകാരിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്, സ്പോൺസേഴ്സ് ഉണ്ട്. അന്ന് അവരുടെ കൂടെ പോയി പഠിച്ചാലൊന്ന് ചിന്ത കയറി പരിശുദ്ധ കുർബാനയുള്ള അറിയുന്ന വ്യക്തികളോട് ആലോചന ചോദിക്കാനായിട്ട് ഇവൾ പറഞ്ഞു. സ്വന്തം കാര്യത്തിന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടം വരും. അതുകൊണ്ട് വേറെ കർത്താവുമായിട്ട് സംസാരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഈശോയായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള വ്യക്തികളോട് ഇവൾ ആലോചന ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആലോചന ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ ജർമ്മനിയിലേക്കാണ് ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് ജർമ്മനിക്ക് പോയാൽ മതി, BSc നഴ്സിംഗ് പോണ്ട എന്ന് പറഞ്ഞു. B2 എക്സാം നമുക്കറിയാം ഇത്തിരി ടഫായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ട് ഇടപെടൽ മൂലം B2 എക്സാം അവൾ പാസ്സായി. അത് പാസ്സായ ശേഷം അവിടുത്തെ തന്നെ അതിന് ഉത്തരവാദിത്വമുള്ള വൈദികൻ അദ്ദേഹം ഇവളുടെ അവസ്ഥകൾ മനസ്സിലാക്കുകയും ജർമ്മനിയിലുള്ള ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിനെ ഇവൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ 1 മണിക്കൂർ അവർ ഇൻ്റർവ്യൂവിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇവളോട് ചോദിച്ചു. ഇവൾ പറയാം, അതിൻ്റെ തലേ ദിവസം ഞാൻ 1000 നന്മ നിറഞ്ഞ മറിയുമേ ജപം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ഇൻ്റർവ്യൂവിൽ ഇവർ ജർമ്മനി ഭാഷയിൽ ഇൻ്റർവ്യൂ ഓരോന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ഉള്ളിൽ ഇവൾ പറയാം, ഒരു സ്വരം തോന്നല, പരിശുദ്ധാത്മാവായി ദൈവം തോന്നിക്കുക, ഇങ്ങനെ ഉത്തരം പറയും. അപ്പോസ്തല പ്രവർത്തനം 2:4 മനോഹരമാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഏറ്റവും നല്ല കുട്ടിപ്പിടിക്കേണ്ട വചനമാണിത്. അപ്പോസ്തല പ്രവർത്തനം 2:4. അവിടെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ചിട്ട് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഭാഷയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭയം തോന്നുമ്പോൾ
പറയുമ്പോൾ ഈ വചനം കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവായി ദൈവം സംസാരിച്ചോളും. അപ്പോൾ ഇവൾ ഈ വചനം കൂട്ടിപ്പിടിച്ച് ഇവൾ ഉള്ളിൽ തരുന്ന ആ തോന്നലുകൾ അനുസരിച്ച് അവരോട് ഉത്തരം പറഞ്ഞു തുടങ്ങി. ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ട് ഇടപെടും മൂലം ഇവളെ സെലക്ട് ചെയ്തു. ഈ വരുന്ന സെപ്റ്റംബറിൽ അവിടെ കോൺട്രാക്റ്റ് അവർ എഴുതി കഴിഞ്ഞു. അവിടെ വിദേശ ജർമ്മനിയിലേക്ക് ദൈവം അത്ഭുതമായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 2 സാമുവേൽ 7:8 മുതൽ 10 വരെ ആ വാക്യങ്ങൾ. ഒന്നുമല്ലാതെ നാട്ടിടയനായിരുന്ന നിന്നെ മേച്ചിസ്ഥലത്ത് നിന്നെടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി നിയമിച്ചു. ഒന്നുമല്ലാതിരുന്ന നിൻ്റെ അവസ്ഥയിൽ നീ ദൈവത്തെ ആശ്രയിച്ചാൽ ദൈവം നിന്നെ ഉയർത്തി. ദൈവം ഉയർത്തിയാൽ ആര് താഴ്ത്തും? ദൈവം താഴ്ത്തിയാൽ ആരുയർത്തും? ജൂലൈ 28 നമ്മളൊരു മഹത് വ്യക്തിയുടെ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ വിശുദ്ധം. മുൾച്ചെടികൾ ഏറെയുണ്ടായാലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തിയ ഒരു വിശുദ്ധ ജീവിതം. നമുക്കറിയാം, ഞാൻ ഈ ഭരണങ്ങാനത്ത് ഒരു തവണ പോയപ്പോൾ അൽഫോൺസമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാൻ അൽഫോൺസമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്നൊരു സ്കൂളിൻ്റെ ചാർജ് ഉണ്ട് എനിക്കുണ്ടായിരുന്നു. പെട്ടെന്നൊരു ഫോൺ കോൾ വരെയാണ്. ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്ത ഒരു ടീച്ചർ വേറൊരു സ്ഥലത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടി, അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ഈ ടീച്ചർ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിച്ച കാരണം നമുക്ക് പെട്ടെന്നൊരു ഷോക്കായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേറെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് പെട്ടെന്ന് ഒരാളെ കിട്ടാൻ എളുപ്പമല്ല. ആ ടീച്ചർ നല്ല കഴിവുള്ള ടീച്ചറായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം. ഞാൻ നിൽക്കുന്നത് ഭരണങ്ങാനത്ത് അൽഫോൺസമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ അൽഫോൺസമ്മയോട് എങ്ങനെ പ്രാർത്ഥിച്ചു, മുൾച്ചെടികൾക്കിടയിൽ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തിയ വിശുദ്ധ അൽഫോൺസമ്മയെ ഒന്ന് സഹായിക്കണേന്ന് പറഞ്ഞ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ദേവാലയത്തിൽ കയറാൻ പോയപ്പോൾ അടുത്ത ഫോൺ കോൾ എനിക്ക് കിട്ടുകയാണ്. ഒരു നല്ല ടീച്ചർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചർ വിളിച്ചിട്ട് അവർ പറയുകയാണ്, സിസ്റ്റർ ഞാനിങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു വേക്കൻസി അവിടെ വന്നിരിക്കുന്നതായിട്ട്. അതും നല്ല പ്രാർത്ഥനയും ദൈവഭക്തിയുള്ള, നമുക്ക് അങ്ങനെയൊക്കെ ടീച്ചേഴ്സ് അങ്ങനെയാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക മൂല്യം കൊടുക്കാനായിട്ട് ഒരുപാട് ഉപകരിക്കും. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ എങ്ങനെ റെഡിയാണ് അവിടെ പഠിപ്പിക്കാൻ വരാനായിട്ട്. സിസ്റ്റർ സമ്മതമാണെങ്കിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഈ വിശുദ്ധർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അൽഫോൺസമ്മയുടെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അൽഫോൺസമ്മ നമ്മളെ പഠിപ്പിച്ച ചില നല്ല പാഠങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ള നല്ല പാഠങ്ങൾ. നമുക്കത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ എളുപ്പം. കൊച്ചു കാര്യങ്ങളാണ്, പക്ഷേ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അൽഫോൺസമ്മയുടെ ആ നല്ല പാഠങ്ങൾ. അൽഫോൺസമ്മ പഠിപ്പിച്ചെന്ന കൊച്ചു വാക്കുകൾ, അത് നല്ല വിശുദ്ധിയിൽ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നോക്കണമെങ്കിൽ അൽഫോൺസമ്മയുടെ വാക്കുകൾ കൂട്ടിപ്പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പായിട്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അൽഫോൺസമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും ഈശോയോടുള്ള സ്നേഹത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും ഈശോയോടുള്ള സ്നേഹത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തിയത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു സെൻറ്റൻസ്, അൽഫോൺസമ്മയുടെ സെൻറ്റൻസ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ. പരിശുദ്ധ അമ്മ സഹനങ്ങളുടെ കടൽ നീന്തി കയറിയ അമ്മയാണ്. ഈ ഭൂമിയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ സഹനം അനുഭവിച്ച മറ്റൊരു സ്ത്രീ ഇല്ല. നമുക്കറിയാം, അമ്മയുടെ ജീവിതം മുഴുവൻ എടുക്കുമ്പോൾ ജീവിതം മുഴുവൻ സഹനക്കടലായിരുന്നു. ആ അമ്മയ്ക്ക് തൻ്റെ മക്കളുടെ സഹനങ്ങളിൽ സഹായിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം, ഞാനിങ്ങനെ ഒരു സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മനസ്സിൽ സങ്കടമായിട്ട് എൻ്റെ കോൺവെൻറ്റിലെ റൂമിലിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുക, ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാരാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഞാനിങ്ങനെ പെട്ടെന്ന് ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തപ്പം ഒരു സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഷാൻമരി സിസ്റ്റർ അല്ല, സിസ്റ്ററിനെ ഞാൻ വിളിക്കാനായിട്ട് ഞാൻ നമ്പർ ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താ എന്നെ വിളിച്ചത്? ഞാൻ ഈ സിസ്റ്ററിനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് നീലയും വെള്ളയിട്ട് അമ്മ ഇരിക്കുന്നുണ്ട്. ഈ സിസ്റ്റർ, എന്നെ വിളിച്ച സിസ്റ്റർ തളർന്നു കിടക്കുന്ന ഒരു സിസ്റ്ററാണ്, വയ്യാതെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മേശപ്പുറത്ത് ഒരു അമ്മ നീലയും വെള്ളയിട്ട് അമ്മ ഇരിക്കുന്നുണ്ട്. ഉടുപ്പ് കാപ്പിട്ട പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. അമ്മ എന്നെ നോക്കി പറയാണ്, എൻ്റെ മോൾ അവിടെ പല്ലും കടിച്ച് വിഷമിച്ചിരിക്കുക, മോളൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കണമെന്ന്. അങ്ങനെ സിസ്റ്ററിൻ്റെ നമ്പർ മേടിച്ച് ഞാൻ എൻ്റെ കണ്ണുനീർ ഞാൻ ആ അത്ഭുതകരം എന്ന് പറയട്ടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. ഇത് അൽഫോൺസമ്മ ഇവിടെ എഴുതി വെച്ചത്. കഠിന വേദനകളിലും വലിയ പരീക്ഷണങ്ങളിലും ഈശോയുള്ള സ്നേഹത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തത് കുരിശിൻ ചുവട്ടിലെ സ്ത്രീയാണ്. വീണ്ടും
വീണ്ടും അൽഫോൻസമ്മ എങ്ങനെ പഠിപ്പിക്കുന്നു? മനസ്സറിവോടൊരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾ പല പ്രാവശ്യം ഈ മനസ്താപപ്രകരണം ചൊല്ലുമ്പോൾ ചൊല്ലുന്ന നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വാക്കുകളാണ് ഇതൊക്കെയും. മനസ്സറിവോടൊരു നിസ്സാര പാപം പോലും ചെയ്ത് നല്ല ദൈവത്തെ ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ ഒരു വാക്കുകളുടെ ആഴം ഗ്രഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ബോധ്യം വേണം. ഞാനും നിങ്ങളും ചെയ്ത എല്ലാ പാപങ്ങൾക്കും പകരക്കാരനായി അടിയേറ്റ ഒരേ ഒരു ദൈവമുള്ളൂ ഈ ഭൂമിയിൽ. ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ വചനം മാംസമായി അവതരിച്ച ഒരേ ഒരു ദൈവമുള്ളൂ. പാപങ്ങൾ മോചിക്കുന്ന ഒരേ ഒരു ദൈവമുള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും പകരക്കാരനായി നിന്ന് കുരിശിൽ കിടന്ന പിടഞ്ഞ ആ തമ്പുരാനെ ഒരു നിസ്സാര പാപം പോലും ചെയ്ത് ഉപദ്രവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ പുണ്യസൂനത്തിൻ്റെ തിരുനാൾ ജൂലൈ 28. അടുത്ത അൽഫോൻസമ്മ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം വിശുദ്ധ കുർബാനയാണ്. അവാച്യമായ ആനന്ദം പരിശുദ്ധ കുർബാനയെ ഞാൻ അനുഭവിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭോജനം പരിശുദ്ധ കുർബാനയാണ്. അവാച്യമായ ആനന്ദം ഞാൻ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കാറുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഭദ്രാസന ദേവാലയത്തിൽ റോമിൽ ആഘോഷിച്ചപ്പോൾ നമ്മുടെ ലയോ 14 മാർപ്പാപ്പ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്. മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുന്നതിന് ദൈവം ഭൂമിയിൽ മനുഷ്യന് തന്ന സുന്ദര സമ്മാനമാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. മനുഷ്യൻ്റെ വിശപ്പ് മാറ്റുന്നതിന് ദൈവം ഭൂമിയിൽ തന്ന സുന്ദര സമ്മാനമാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. വിശപ്പ് മാറുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരു മനുഷ്യൻ്റെ വിശപ്പ് മാറുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. നിൻ്റെ അംഗീകരിക്കപ്പെടാനുള്ള വിശപ്പ്, സ്നേഹിക്കപ്പെടാനുള്ള വിശപ്പ്, നിൻ്റെ ഭൗതിക മേഖലയിലുള്ള വിശപ്പ്, അതിൽ നിനക്ക് സംതൃപ്തി വരണമെങ്കിൽ നീ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ, ആ ബന്ധം ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഈ വിശപ്പ് മാറ്റാൻ വേണ്ടി പല സംവിധാനങ്ങളെ, പല മാർഗങ്ങളെ നീ അന്വേഷിക്കും. പക്ഷെ അതൊക്കെയും പരാജയത്തിലേക്കും മനസ്സിടിവിലേക്കും മരവിപ്പിലേക്കും നിന്നെ നയിക്കും. അപ്പോൾ അതുകൊണ്ട് ലയോ 14 മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സഭാമക്കളായ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശപ്പ് മാറ്റുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം. അൽഫോൻസമ്മ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്, സങ്കടപ്പെടുന്നവരെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. നമ്മൾ അൽഫോൻസമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നല്ല സുന്ദരമായിട്ടുള്ള മുഖം. പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്, സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ജീവിതം സാക്ഷ്യമാകുമ്പോൾ, ജീവിതം സന്ദേശമാകുമ്പോൾ മാത്രമേ ദൈവജനം വിളിച്ചു പറയും, ആ പോകുന്നത്, ആ നടക്കുന്നത് ദൈവപുരുഷനാണ്. അങ്ങനെ ജനം വിളിച്ച് തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിൽ മനസ്സിലൊരു ആനന്ദം നിറഞ്ഞു നിൽക്കണം. വീണ്ടും അൽഫോൻസമ്മ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്, അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തിരിക്കുന്നു, അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ. ഞാൻ ഓർക്കുകയാണ്, സാധാരണ കർത്താവിൽ അസധികം പഠിപ്പും കഴിവൊന്നുമില്ലാത്ത കർത്താവിൽ പക്ഷേ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഒരു അനുഭവം ഓർക്കുകയാണ്. ആ ചേച്ചിയുടെ ശരീരം മുഴുവൻ വേദനയാണ്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയാൽ തന്നെ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വീട്ടിലധികം സാമ്പത്തിക സ്ഥിതികളില്ല. പക്ഷേ ആ ചേച്ചി പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുറച്ച് വെഞ്ചിരിച്ച ഉപ്പിടും. നമുക്കറിയാം, വെഞ്ചിരിച്ച ഉപ്പ് ജലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എലീഷ പ്രവാചകൻ ചെയ്ത 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എലീഷ പ്രവാചകൻ ജലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ജലത്തിലെ മരണക്കെട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ് വെഞ്ചരിച്ചിട്ടതാണ്. ഈ ചേച്ചി അവിശ്വാസത്തോടെ ഈ വെള്ളത്തിൽ കുളിക്കാനുള്ള വെള്ളത്തിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കും. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നടക്കും. പിന്നെ ജോലിക്ക് പോകും. ഏത് കഠിന ജോലിയായാലും നല്ല ഉണർവോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി ചെയ്ത് തിരിച്ച് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കുന്ന ഒരു സംഭവം അവർ വിവരിക്കുണ്ടായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ മുഴുവനും ഞാൻ കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്, അവിടുന്ന് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മനസ്സ് അടിയറ വയ്ക്കുമ്പോൾ ദൈവം അവിടെ വിജയത്തിൻ്റെ പൂക്കൾ തരും. നമുക്കറിയാം, യൂഥത്തിൻ്റെ പുസ്തകത്തിൽ യൂഥത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്.
യുദ്ധത്തെ സാഷ്ടാംഗം വീണ് ഉച്ചത്തിൽ നിലവിളിച്ച് ചാരം പൂശി ചാക്കുടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഞാൻ ഒന്നുമല്ല. ആ ചങ്ക് നിറങ്ങിയിട്ടുള്ള ഒരു പ്രാർത്ഥന, ഈശോയെ ദൈവമേ നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അതിൻ്റെ പരിണത ഫലമോ നമുക്കറിയാം. ഹോളോഫർണസിൻ്റെ തല അവളുടെ കയ്യിലായിരുന്നു. അപ്പോൾ ദൈവത്തിനോട് അൽഫോൺസമ്മ പഠിപ്പിക്കുന്ന ഒരു വലിയ നമ്മുടെ മനസ്സിൽ കോറിയേണ്ട നല്ല വചനം, നല്ല വാക്കുണ്ട് അൽഫോൺസമ്മയുടെ. എന്നെ മുഴുവനായിട്ട് എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന്. വിശുദ്ധി എന്താണെന്ന് വിശുദ്ധ അൽഫോൺസമ്മ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൺസമ്മ ഈ പ്രകാരം പറയുന്നത്, എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മളൊക്കെ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഉയർച്ചകളും അല്ലെങ്കിൽ വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സ്വർഗത്തിലെ ഭാഗ്യം എന്താണെന്ന് വിശുദ്ധ അൽഫോൺസ പഠിപ്പിക്കുന്നത്, എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾക്ക് എളിമപ്പെടാമെന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. പക്ഷേ നമ്മൾ വേദനിപ്പിക്കുന്നവരുടെ അടുത്ത്, നമ്മളെ തെറ്റിദ്ധരിക്കുന്നവരുടെ അടുത്ത്, പരിഹസിക്കുന്നവരുടെ അടുത്ത് എളിമപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിന്നെ പൂമാല അണിയിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ എളിമപ്പെടാൻ കൃപ കിട്ടുന്നത് വിശുദ്ധ കുദാശകളിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലെ തിരുവോസ്തി നാവിൽ സ്വീകരിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങണം ഈ കൃപകളെല്ലാം. ഈശോയോട് പറയണം, ഈശോയുടെ എളിമ എനിക്ക് തരണേ, ഈശോയുടെ ഹൃദയശാന്തത എനിക്ക് തരണേ, ഈശോ കാല് കഴുകിയതുപോലെ കാല് കഴുകാനായിട്ട് സഹോദരനെ കാല് കഴുകാൻ എനിക്ക് കൃപ തരണേ, ഈശോ കുരിശ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ എനിക്ക് കൃപ തരണേ. വിശുദ്ധ കുർബാനയിലെ ആത്മീയ ഭക്ഷണമായ, ആത്മീയ കരുത്ത് തരുന്ന, മനസ്സിന് ശക്തി തരുന്ന പരിശുദ്ധ കുർബാനയിൽ ഈ കൃപകൾ ചോദിച്ച് വാങ്ങുമ്പോൾ അൽഫോൺസമ്മ പറഞ്ഞ ഈ കാര്യം ജീവിക്കാൻ പറ്റും. എളിമയാണ് സുഹൃതങ്ങളുടെ രാജ്ഞി. എളിമപ്പെടാൻ ലഭിക്കുന്ന ഏതൊരവസരവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എങ്ങനെ ബലഹീനതകളെ ജയിക്കാമെന്ന് ഈ വിശുദ്ധം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും, തെറ്റ് എത്ര ലഘുവായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രാശ്ചിത്തം ഞാൻ സ്വമേധയാ ചെയ്യും. ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള എളുപ്പവഴി. ഒരു തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള എളുപ്പവഴി എന്താണെന്ന് ഈ വിശുദ്ധം നമ്മെ പഠിപ്പിക്കുന്നത്, തെറ്റിൽ ഉൾപ്പെടുന്ന ഓരോ പ്രാവശ്യവും, തെറ്റ് എത്ര ലഘുവായിരുന്നു, എത്ര ചെറിയ പാപമായിരുന്നാൽ പോലും എന്തെങ്കിലും പ്രാശ്ചിത്തം ആരും അറിയാതെ, ഒരു പ്രത്യേകതയുണ്ട്, ആരും അറിയാതെ ഞാൻ സ്വമേധയാ ചെയ്യും. ഇതാണ് തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ള എളുപ്പവഴി. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന കർത്താവിൻ്റെ വചനം കൂട്ടിപ്പിടിച്ച് അൽഫോൺസമ്മ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിക്കുന്ന ഒരു മനോഹര വാക്യമുണ്ട്. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. എല്ലാ വേദനകളും ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണ്. ഈശോ ഒരു വചനം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൈവരുന്ന സന്തോഷം എത്രയോ വലുതാണെന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹമുണ്ട്, പൂവും പൂമ്പൊടിയും എന്ന പോലെ. വിശുദ്ധ അൽഫോൺസമ്മയുടെ മനോഹരമാക്കിയാണ് ദൈവസ്നേഹമുണ്ടെങ്കിൽ പരസ്നേഹമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്നേഹമുണ്ട്. പരസ്നേഹം ഇല്ലെങ്കിൽ ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല. അതരം കൊണ്ട് പറഞ്ഞാൽ പോരാ, ഹൃദയം കൊണ്ട് പ്രാവർത്തികമാക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുണ്ടായിരിക്കണം. നാവിനെ നിയന്ത്രിച്ചാൽ ജീവിതം വിജയിക്കുമെന്ന് വിശുദ്ധ അൽഫോൺസം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം വിശുദ്ധ എഴുതി വെച്ചിട്ടുണ്ട്, ലുബ്ധൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ആയിരിക്കണം നാം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ലുബ്ധൻ പിശുക്കൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ ആയിരിക്കണം നാം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം, നാവിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. നാവിൻ്റെ കർത്താവ് ഇങ്ങനെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-19 പ്രകാരം പറയുന്നു, നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാണെങ്കിൽ നീ സദ്വചനങ്ങൾ ഉച്ചരിക്കണം. നിൻ്റെ നാവിൽ അഭിഷേകം നിറഞ്ഞാൽ സംസാരിക്കുന്നിടത്ത് അഭിഷേകം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നാവിനെ നിയന്ത്രിക്കുന്നത്, വാക്കുകളെ നിയന്ത്രിച്ചാൽ, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളായി തീരുമെന്ന് അൽഫോൺസം ഇവിടെ സാക്ഷിക്കുന്നുണ്ട്.
വീണ്ടും നല്ല വാക്ക് കിട്ടാൻ അല്ലെ കിട്ടിയില്ലെങ്കിൽ മനസ്സിടിയുന്ന നമ്മുടെ സ്വഭാവത്തെ ഒന്ന് അൽഫോൻസമ്മ തിരുത്തി കുറിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അതിനൊരു മനുഷ്യപ്രീതി അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കിട്ടണം, ഏത് നമ്മുടെ മാനുഷിക സ്വഭാവം, അത് കിട്ടിയില്ലെങ്കിൽ മനസ്സിടിയുന്ന നമ്മുടെ സ്വഭാവത്തെ നോക്കി അൽഫോൻസം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. മുഖസ്തുതി പറയുന്നവരിൽ നിന്ന് ഞാൻ ഓടിയകലും. കൊടുക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, ലഭിക്കുന്നതിലല്ല. മുഖസ്തുതി പറയുന്നവരിൽ നിന്ന് ഞാൻ ഓടിയകലും. അപ്പം കിട്ടിയില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു അംഗീകാരം അല്ലെങ്കിൽ പ്രശംസ കിട്ടിയില്ലെങ്കിൽ മനസ്സിടിവ് വരുന്നുണ്ടെങ്കിൽ അൽഫോൻസമ്മയുടെ വാക്ക് മനസ്സിൽ കോറിയിട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൽ എപ്പോഴും ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനായിട്ടും പിന്നെ സ്വർഗത്തിലെ പ്രതിഫലം മാത്രം അന്വേഷിക്കുന്ന വ്യക്തികളായിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ മുന്നേറുവാനായിട്ടും കൃപ ലഭിക്കും. മറ്റൊരു വാക്ക് അൽഫോൻസം സെൻറ്റൻസ് നമ്മുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത്, എന്നെ മുഴുവനും സ്നേഹത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ബലിവസ്തുവായി ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. വിശുദ്ധിയുടെ പരിമളം വേണമെങ്കിൽ സ്നേഹമുണ്ടായിരിക്കണം. വിശുദ്ധിയുടെ പരിമളം വേണമെങ്കിൽ പരിഹാരം ചെയ്യണം. സ്നേഹം, പരിഹാരം, ഇത് രണ്ടും ചേർന്ന ഈക്വൽ ടു വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞത്, പരിഹാരം നിറഞ്ഞൊരു ജീവിതമുണ്ടെങ്കിൽ വിശുദ്ധിയുടെ പരിമളം അത് നമ്മുടെ ആയിരിക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, ലോകം മുഴുവൻ, അതാണ് അൽഫോൻസമ്മയുടെ ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ എല്ലാവിടെയും ഈ വിശുദ്ധിയുടെ പരിമളം, അത് ചരിത്രത്തെയും കാലങ്ങളെയും അതിജീവിക്കുക, അതിനേക്കാൾ ഉയർന്ന ചരിത്രത്തിലും കാലങ്ങളിലും അതിനേക്കാൾ അപ്പുറമുള്ളൊരു തലത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നുള്ള സത്യം. അതാണ് ഈ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവം ദാവീദിൻ്റെ കാര്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിസ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി നിയമിച്ചു. നീ പോയിടത്തല്ല ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ മുമ്പേ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. അൽഫോൻസമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈശോ എന്ന തിരുനാമം എൻ്റെ നാവിന് ഏറെ മധുരമാണ്. ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്നത് എൻ്റെ നാവിനേറെ മധുരമാണ്. ഞാനൊരു സ്കൂളിലായിരുന്നപ്പോൾ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഈ ക്ലാസ്സിലെ കുട്ടികൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നില്ല, ഒരു രക്ഷയില്ല ഇവരെ നിയന്ത്രിക്കാനായിട്ട്. പല മെത്തേഡുകൾ ഉപയോഗിച്ചു. ക്രൈസ്തവ മക്കളൊക്കെ ഉണ്ട്, എന്നാലും പല പല രീതികൾ ഉപയോഗിച്ച് നമ്മളവരെ അടക്കിയിരുത്താൻ ശ്രമിച്ചു. കുഞ്ഞുങ്ങളാണ്, 1ാം ക്ലാസ്സുകാരാണ്. അവസാനം ഞാൻ ഇങ്ങനെ ഒരു ഭജൻ പാടിക്കൊടുത്തു, ഇങ്ങനെ ഒരു പാട്ട് പാടിക്കൊടുത്തു, ഈശോ ഈശോ എന്നുള്ള പാട്ട് പാടിക്കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് ശാന്തരായി. ഈശോ എന്ന തിരുനാമത്തിൻ്റെ ശക്തി, അത്ഭുത ശക്തി ജീവിതത്തിൽ വരച്ചു കാട്ടുന്ന അൽഫോൻസമ്മ നമ്മുടെ ഈശോ എന്ന തിരുനാമം ഉച്ചരിക്കുന്ന എൻ്റെ നാവിന് മധുരമാണ്. യേശുനാമം മധുരനാമം. യേശുനാമം, ഞാനായിരുന്ന ആ സ്കൂളിൽ യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം പല ചുമരുകളിലൊക്കെ ഞാൻ ഒട്ടിച്ചു വയ്ക്കുകയായിരുന്നു. എനിക്കായിരുന്നു കർത്താവിൻ്റെ നാമം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥതകൾ വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അടയാളം നടക്കുക, അസ്വസ്ഥതകൾ വിട്ടുപോകും. അപ്പോൾ അൽഫോൻസമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമാണിത്. യേശുവിടെ തിരുനാമം ഉച്ചരിക്കുന്ന നാവിന് ഏറെ മധുരമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം, പ്രവൃത്തികൾക്കൊത്ത് പ്രതിഫലം ഓരോരുത്തരിനും ലഭിക്കും. ദൈവത്തെ ആഴത്തിൽ സ്നേഹിച്ച് ജീവിതം മുഴുവൻ സഹനക്കടലിൽ നീന്തി തുടിക്കുമ്പോഴും അത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തി അത് ഏറ്റവും നന്നായിട്ട് ആ സഹനത്തെ ഏറ്റെടുത്ത് പ്രാണനാഥനെ പ്രണയിച്ച അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ അടിവര ഇട്ട വചനമാണ് പ്രഭാഷകൻ 16:10. നീ എപ്രകാരം ജീവിച്ചോ അതുപോലെ തന്നെയാണ് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന, നിനക്ക് പിന്നീട് നീ കാലത്തിൻ്റെ കാലത്തിൻ്റെ ചുമരുകളിൽ നീ അവശേഷിപ്പിക്കുന്ന നല്ല ഓർമ്മകൾ. അൽഫോൻസമ്മ ജീവിതം മുഴുവൻ ഏതെല്ലാം അവസ്ഥയിലുണ്ടായിരുന്നാലും കർത്താവിനെ സ്നേഹിക്കാനായിട്ട് ജീവിതം മുഴുവൻ ഉപയോഗിച്ചപ്പോൾ ദൈവം ആ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രഭാഷകൻ 16:10, പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരിനും ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം, ഒരു കൊച്ചു ജീവിതം, അത് സുന്ദര ജീവിതം, അത് കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ പ്രണയിക്കാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അറിയാൻ, കർത്താവിൻ്റെ മഹത്വം നേടാനായിട്ട് ഒരു അൽഫോൻസമ്മയെ പോലെ മറ്റൊരു അൽഫോൻസമ്മയായിട്ട് ഞാൻ ഓർക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് എനിക്ക്
എനിക്ക് തന്ന രൂപം, ഒരു കൊച്ചു രൂപം തന്നായിരുന്നു മരിക്കണേ തൊട്ട് മുമ്പ്. അത് അൽഫോൺസമ്മയുടെ രൂപമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുകയാണ് അതിൻ്റെ ആ ഒരു പ്രസക്തി. അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ എങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റും, നമുക്കും സാധിക്കും ഒരു വിശുദ്ധനാകാൻ, നമുക്കും സാധിക്കും ഒരു വിശുദ്ധയാകാൻ. അൽഫോൺസമ്മ നമ്മുടെ മുമ്പിലൊരു വലിയ വെളിച്ചമാണ്, ദീപമാണ്. ഈ ജൂലൈ 28 വിശുദ്ധ അൽഫോൺസമ്മയുടെ പ്രത്യേക അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ അൽഫോൺസമ്മ വിശുദ്ധിയിൽ മുന്നേറാൻ നമ്മെ സഹായിക്കട്ടെ.